ഹായ്, വെൽക്കം ടു അവർ സുവോളജി ക്ലാസ്. നമ്മുടെ ചാപ്റ്റർ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. ഇന്ന് എടുക്കുന്ന ടോപ്പിക് മെൻസ്ട്രൽ സൈക്കിൾ. നമുക്ക് നോക്കാം എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ. ഇറ്റ് ഈസ് ദ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ ഇൻ ഫീമെയിൽ പ്രൈമേറ്റ്സ്. ഫീമെയിൽ പ്രൈമേറ്റ്സിലെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ അറിയപ്പെടുന്നതാണ് മെൻസ്ട്രൽ സൈക്കിൾ. പ്രൈമേറ്റ് എന്ന് പറയുന്ന ഓർഡറിൽ വരുന്നത് മാൻ, മങ്കീസ് ആൻഡ് ഏപ്സ് എന്ന ജീവികൾ ഉൾപ്പെടുന്ന ഓർഡറാണ് പ്രൈമേറ്റ. പ്രൈമേറ്റയിലെ ഫീമെയിൽസിലെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ മെൻസ്ട്രൽ സൈക്കിൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഒരു സൈക്കിൾ ഓഫ് ഇവൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കാലഘട്ടത്തിനുള്ളിൽ റിപ്പീറ്റ് ചെയ്തു വരുന്ന ഇവൻറ്റിനെ പറയുന്ന പേരാണ് സൈക്ലിക് ഇവൻറ്റ്. ഇവിടെ മെൻസ്ട്രേഷൻ എന്ന് പറയുന്നത് ഓരോ 28 അല്ലെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരുന്ന സൈക്കിളാണ്. മെൻസ്ട്രേഷൻ ഈസ് റിപ്പീറ്റഡ് അറ്റ് ആൻ ആവറേജ് ഇൻ്റർവെൽ ഓഫ് 28 to 29 days and the cycle of events start from one menstruation till the next one is called menstrual cycle. ഒരു മെൻസസ് ആരംഭിച്ച് അത് അടുത്ത മെൻസസ് വരെയുള്ള ആ സൈക്കിളാണ് മെൻസ്ട്രൽ സൈക്കിൾ എന്നറിയപ്പെടുന്നത്. ഒരു പെൺകുഞ്ഞ് അഡോളസൻ്റ് ഏജ് പ്യൂബർട്ടി എത്തുന്ന സമയത്താണ് മെൻസസ് ആദ്യമായി ആരംഭിക്കുന്നത്. ഏകദേശം 12-13 വയസ്സിലാണ് ഫസ്റ്റ് മെൻസസ് ആരംഭിക്കുന്നത്. ഫസ്റ്റ് മെൻസ്ട്രേഷനെ പറയുന്ന പേരാണ് മെനാർക്ക്. ചില സന്ദർഭങ്ങളിൽ, അപൂർവം ചില സന്ദർഭങ്ങളിൽ ഏർലി പ്യൂബർട്ടി എന്ന കേസ്, അതായത് ഒരു 8-9 വയസ്സിൽ തന്നെ മെൻസസ് ആരംഭിക്കുന്ന സാഹചര്യങ്ങൾ വളരെ അപൂർവമായി റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ദെൻ നമുക്ക് നോക്കാം മെൻസ്ട്രൽ സൈക്കിളിൽ ഏതെല്ലാം ഈവൻറ്റ്സ് ഉണ്ട്, എന്തെല്ലാം ചേഞ്ചസ് മെൻസ്ട്രൽ സൈക്കിളിൽ നടക്കുന്നുണ്ട്. അതിൽ 2 ഇവൻറ്റ്സാണ് പറയുന്നത്: ഒവേറിയൻ ഇവൻറ്റ്സ് ആൻഡ് യൂട്രൈൻ ഇവൻറ്റ്സ്. ഓവറിക്കകത്ത് നടക്കുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ഈവൻസും യൂട്രസിനകത്ത് നടക്കുന്ന ഇവൻറ്റ്സ്. അപ്പോൾ എന്തെല്ലാം ഓരോ ഇവൻറ്റിലും, ഒവേറിയൻ ഇവൻറ്റിനെയും നമുക്ക് 3 ഫേസസ് ആയി ക്ലാസിഫൈ ചെയ്യാം, യൂട്രൈൻ ഇവൻറ്റിനെയും 3 ഫേസസ് ആയി ക്ലാസിഫൈ ചെയ്യാം. യൂട്രസിനുള്ളിൽ നടക്കുന്ന 3 ഫേസസ് ആണ് മെൻസ്ട്രൽ ഫേസ്, പ്രൊലിഫറേറ്റീവ് ഫേസ് ആൻഡ് സെക്രീറ്ററി ഫേസ്. യൂട്രസിലെ ഇവൻറ്റ്സ് മെൻസ്ട്രൽ ഫേസ്, പ്രൊലിഫറേറ്റീവ് ഫേസ് ആൻഡ് സെക്രീറ്ററി ഫേസ്. ഒവേറിയൻ ഇവൻറ്റ്സിൽ ഫോളിക്കുലാർ ഫേസ്, ഓവുലേറ്ററി ഫേസ് ആൻഡ് ലൂട്ടിയൽ ഫേസ് എന്നിങ്ങനെ 3 ഫേസസ് ആണുള്ളത്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. മെൻസ്ട്രൽ സൈക്കിളിൽ ഒവേറിയൻ ഇവൻറ്റ്സും യൂട്രൈൻ ഇവൻറ്റ്സുമാണുള്ളത്. യൂട്രൈൻ ഇവൻറ്റ്സിൽ 3 ഫേസസ്: പ്രൊലിഫറേറ്റീവ് ഫേസ്, menstrual phase, proliferative phase and secretory phase. Ovarian eventsil follicular phase, ovulatory phase and luteal phase. അപ്പോൾ ഫസ്റ്റ് വൺ മെൻസ്ട്രൽ ഫേസ് എന്താണെന്ന് നോക്കാം. മെൻസ്ട്രൽ ഫേസിൽ ആണ് മെൻസസ്, അതായത് ബ്ലീഡിങ് നടക്കുന്ന ഫേസ്. ഏകദേശം മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 3 മുതൽ 5 ദിവസങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന മെൻസ്ട്രൽ ഫ്ലോ ആണ് മെൻസ്ട്രൽ ഫേസിൻ്റെ പ്രത്യേകത. മെൻസ്ട്രൽ ഫ്ലോ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എൻഡോമെട്രിയൽ ലൈനിങ് ഓഫ് ദ യൂട്രസ് അലോങ് വിത്ത് ദ ബ്ലഡ് വെസൽസ് ഡിസിൻറ്റഗ്രേറ്റ്സ് ആൻഡ് ദ ലിക്വിഡ് കംസ് ഔട്ട് ത്രൂ വെജൈന. യൂട്രസിലെ എൻഡോമെട്രിയൽ ലൈനിങ്ങും അതിനോടനുബന്ധിച്ചുള്ള ബ്ലഡ് വെസൽസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടുകയും അത് ഒരു ലിക്വിഡ് ഫോമിൽ, ബ്ലഡ് ഫോമിൽ വെജൈനയിലൂടെ പുറത്തേക്ക് വരികയും ചെയ്യുന്നതാണ് മെൻസ്ട്രൽ ഫ്ലോ, മെൻസ്ട്രൽ ഫേസ് എന്നറിയപ്പെടുന്നത്. ബ്ലഡ് വെസൽ ബ്രേക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ബ്ലഡ് ഫ്ലോ ആണ് മെൻസസിൻ്റെ പ്രത്യേകത. 3 മുതൽ 5 ദിവസം വരെ, ചിലപ്പോൾ 7 ദിവസമാകാം, ആ ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ബ്ലീഡിംഗ് പീരീഡിനെ പറയുന്ന പേരാണ് മെൻസ്ട്രൽ ഫേസ്. ദെൻ നെക്സ്റ്റ് വൺ നമുക്ക് ഒവേറിയൻ ഇവൻറ്റ്സ് ആയ ഫോളിക്കുലാർ ഫേസ്. അതേസമയം തന്നെ ഫോളിക്കുലാർ ഫേസിനോടനുബന്ധിച്ച് തന്നെ യൂട്രസിനകത്ത് പ്രൊലിഫറേറ്റീവ് ഫേസ് നടക്കും. ഫോളിക്കുലാർ ഫേസ് എന്ന് പറയുന്നത്
ഓവറിക്കകത്തുള്ള ഫോളിക്കിൾസ്, നിറയെ ഫോളിക്കിൾസ് ഉണ്ട്. പ്രൈമറി ഫോളിക്കിൾസ്, സെക്കൻഡറി ഫോളിക്കിൾസ് എന്നെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആ ഫോളിക്കിൾസ് വലിയ ഫോളിക്കിൾസായി, മെച്യൂർ ഫോളിക്കിളായി മാറുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ്. അതായത് പ്രൈമറി ഫോളിക്കിൾസ് ഇൻ ദ ഓവറി മെച്യൂർ ടു ബിക്കം ഗ്രാഫിയൻ ഫോളിക്കിൾ. ഓവറിക്കകത്തുള്ള പ്രൈമറി ഫോളിക്കിൾസ് ഗ്രാഫിയൻ ഫോളിക്കിളായി മാറുന്ന ഫേസാണ് ഫോളിക്കുലാർ ഫേസ്. ഏകദേശം 5 ദിവസം, മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ് 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം മുതൽ 13 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന ഫേസ് ഫോളിക്കുലാർ ഫേസ്. ഈ ഫോളിക്കുലാർ ഫേസിൽ നടക്കുന്നതോടൊപ്പം തന്നെ ഓവറിക്കകത്ത് എന്ത് ചെയ്യും? എൻഡോമെട്രിയം, യൂട്രസിനകത്ത് എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് റീജനറേറ്റ്സ് ത്രൂ പ്രൊലിഫറേഷൻ. ഈ ചേഞ്ചസ് നടക്കുന്ന സമയത്ത് ഓവറിക്കകത്തുള്ള ഫോളിക്കിൾസ് ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ സെക്രീറ്റ് ചെയ്യും. ആ ഹോർമോണിൻ്റെ പ്രവർത്തന ഫലമായി യൂട്രസിനകത്തുള്ള എൻഡോമെട്രിയൽ ലൈനിങ് റീജനറേറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫേസിനെ പറയുന്ന പേരാണ് പ്രൊലിഫറേറ്റീവ് ഫേസ്. പ്രൊലിഫറേറ്റ്, എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ് പ്രൊലിഫറേറ്റ്. അതിന് സഹായിച്ച ഹോർമോൺ ഫോളിക്കിൾസ് സെക്രീറ്റ് ചെയ്യുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ. അപ്പോൾ ഇത്രയാണ് ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഈ ഫേസുകളെയെല്ലാം സഹായിക്കുന്നത് ഹോർമോൺസാണ്. പിറ്റ്യൂട്ടറി ഹോർമോൺസും ഒവേറിയൻ ഹോർമോൺസും ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. പിറ്റ്യൂട്ടറിയിൽ നമ്മൾ പഠിച്ച ഗൊണാഡോട്രോപ്പിൻസ് എന്നറിയപ്പെടുന്ന ഹോർമോൺസ് FSH ആൻഡ് LH. FSHൻ്റെയും LHൻ്റെയും സെക്രീഷൻ മെൻസ്ട്രൽ ഫേസിന് ശേഷം പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസിൽ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്യപ്പെടുന്നു. ആൻഡ് ഇറ്റ് റീച്ചസ് ഇറ്റ്സ് പീക്ക് ലെവൽ, മാക്സിമം ലെവൽ അറ്റ് ദ 14th day, മിഡിൽ ഓഫ് ദ സൈക്കിൾ. നമ്മൾ പറഞ്ഞു 28 days ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സൈക്കിൾ. 28 days ആണെങ്കിൽ മിഡിൽ ഓഫ് ദ സൈക്കിൾ എന്നറിയപ്പെടുന്നത് 14th day. ആ 14th day ആകുമ്പോഴേക്കും FSHൻ്റെയും LHൻ്റെയും സെക്രീഷൻ അതിൻ്റെ മാക്സിമത്തിലെത്തുന്നു. ആ മാക്സിമം സെക്രീഷനിൽ എന്ത് സംഭവിക്കുന്നു? LH അതിൻ്റെ മാക്സിമം സെക്രീഷനിലെത്തുന്നു. ആ LHൻ്റെ മാക്സിമം ലെവലിനെ അറിയപ്പെടുന്നതാണ് LH surge. At the middle of the menstrual cycle, and LH and FSH attain the peak level, and rapid secretion of LH leading to maximum level during the middle of the cycle is called LH surge. LH 14th day, middle of the cycle, അതിൻ്റെ മാക്സിമത്തിൽ സെക്രീഷൻ എത്തുന്നു. അതിനെ പറയുന്ന പേരാണ് LH surge. ആ LH surge എന്തിന് കാരണമാകും? This causes the rupture of the Graafian follicle and release of the ovum. ഇപ്പോൾ പ്രൊലിഫറേറ്റീവ് ഫേസ് അല്ലെങ്കിൽ ഫോളിക്കുലാർ ഫേസിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രാഫിയൻ ഫോളിക്കിളിൽ LH ചെന്ന് ആക്ട് ചെയ്യുകയും ആ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുകയും പൊട്ടുകയും അതിൽ നിന്ന് ഓവം അല്ലെങ്കിൽ സെക്കൻഡറി ഊസായിട്ട് റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. ആ പ്രോസസ്സ് അറിയപ്പെടുന്നതാണ് ഓവുലേഷൻ. അപ്പോൾ ഓവുലേറ്ററി ഫേസാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഓവുലേറ്ററി ഫേസ് സംഭവിക്കുന്നത് 14ാമത്തെ മിഡിൽ ഓഫ് ദ മെൻസ്ട്രൽ സൈക്കിളാണ്. അതിൽ FSHും LHും ഗ്രാജുവലായി ഇൻക്രീസ് ചെയ്യുന്നു. 14ാമത്തെ ദിവസമാകുമ്പോഴേക്കും അത് മാക്സിമം സെക്രീഷനിലെത്തുന്നു. LH ഗ്രാഫിയൻ ഫോളിക്കിൾ ആക്ട് ചെയ്യുകയും ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് അതിനകത്തുള്ള സെക്കൻഡറി ഊസൈഡ് സ്റ്റേജിലുള്ള ഓവം റിലീസ് ആക്കപ്പെടുകയും ചെയ്യുന്നു. ദാറ്റ് ഫേസ് ഈസ് കോൾഡ് ഓവുലേറ്ററി ഫേസ്. ദെൻ ഓവുലേറ്ററി ഫേസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഫേസാണ് ലൂട്ടിയൽ ഫേസ്. അപ്പോൾ ലൂട്ടിയൽ ഫേസിൽ എന്താണ് സംഭവിക്കുന്നത്? ഓവുലേഷൻ സംഭവിച്ചു, ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് അറിയപ്പെടുന്നത് കോർപ്പസ് ലൂട്ടിയം എന്ന പേരിലാണ്. Ovulation is followed by luteal phase, during which the remaining parts of the Graafian follicle become corpus luteum. കോർപ്പസ് ലൂട്ടിയം ആയിട്ട് മാറുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് കഴിഞ്ഞു. റപ്ചർ ചെയ്ത ഗ്രാഫിയൻ ഫോളിക്കിളെ പിന്നീട് വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം.
കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ഫോർമേഷൻ നടക്കുന്ന ഫേസിനെ പറയുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ്. ഈ കോർപ്പസ് ലൂട്ടിയം എന്തിന് സഹായിക്കും? കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് പ്രൊജസ്ട്രോൺ. കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ്സ് ലാർജ് എമൗണ്ട് ഓഫ് പ്രൊജസ്ട്രോൺ. പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ കോർപ്പസ് ലൂട്ടിയം സെക്രീറ്റ് ചെയ്യുന്നു. ആ ഹോർമോൺ സെക്രീഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ഈ ഫേസിനെ സെക്രീറ്ററി ഫേസ് എന്നും അറിയപ്പെടുന്നു. പ്രൊജസ്ട്രോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ദ എൻഡോമെട്രിയം. ഇപ്പോൾ എൻഡോമെട്രിയം പ്രൊലിഫറേറ്റ് ചെയ്തിട്ട് ബ്ലഡ് വെസൽസ് എല്ലാം ഉള്ള സ്റ്റേജിലാണ് നിൽക്കുന്നത്. ആ എൻഡോമെട്രിയത്തെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് സഹായിക്കുന്നു? പ്രൊജസ്ട്രോൺ. എന്തിനു വേണ്ടിയാണ് എൻഡോമെട്രി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത്? എൻഡോമെട്രി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നത് ഒരു കുഞ്ഞിനെ ഇംപ്ലാന്റ് ചെയ്യപ്പെടാൻ വേണ്ടിയാണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് നമ്മൾ പഠിച്ചു, യൂട്രസിനകത്താണ്. ആ യൂട്രസിനകത്ത് ഒരു കുഞ്ഞ് ഇംപ്ലാന്റ് ചെയ്യപ്പെടാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ എൻഡോമെട്രിയത്തിനെ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ. ഇനി എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ, ഓവം റിലീസാക്കിയിട്ടുണ്ട്. ആ ഓവവും ഒരു സ്പേമും തമ്മിൽ ഫ്യൂസ് ചെയ്യുകയാണ്. ഫെർട്ടിലൈസേഷൻ നടക്കുകയാണെങ്കിൽ അത് പ്രഗ്നൻസിയിലേക്ക് ലീഡ് ചെയ്യും. പ്രഗ്നൻസി നടക്കുകയാണെങ്കിൽ എല്ലാ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇവൻസും സ്റ്റോപ്പ് ചെയ്യപ്പെടും. ഡ്യൂറിങ് പ്രഗ്നൻസി ഓൾ ഇവൻസ് ഓഫ് മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്സ്. ഇനി അഥവാ ഓവുലേഷൻ നടന്നു, പക്ഷേ സ്പേമും ഓവും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല, പ്രഗ്നൻസി ഉണ്ടാകുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേറ്റ്സ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് പ്രഗ്നൻസി കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്സ്. പ്രഗ്നൻ്റ് ആകുന്നില്ല എങ്കിൽ, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല എങ്കിൽ കോർപ്പസ് ലൂട്ടിയം നശിച്ചു പോകുന്നു. അപ്പോൾ കോർപ്പസ് ലൂട്ടിയം നശിച്ചാൽ സ്വാഭാവികമായിട്ടും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ സെക്രീഷൻ നടക്കുന്നില്ല. പ്രൊജസ്ട്രോൺ നടക്കുന്നില്ലെങ്കിൽ എൻഡോമെട്രിയം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കും? ദിസ് കോസസ് ഡിസിൻറ്റഗ്രേഷൻ ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. എൻഡോമെട്രിയം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടു. അതിനകത്തുള്ള ബ്ലഡ് വെസൽസ് എല്ലാം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തു. ഫ്ലൂയിഡ് ഡിസ്ചാർജ് അല്ലെങ്കിൽ ബ്ലഡ് ഡിസ്ചാർജ് വെജൈനയിലൂടെ നടക്കുന്നു. അത് അടുത്ത സൈക്കിളിൻ്റെ ബിഗിനിങ്, അല്ലേ? നമ്മൾ പഠിച്ച ഫസ്റ്റ് ഫേസ് മെൻസ്ട്രൽ ഫേസായി മാറി. അപ്പോൾ ഇത്രയാണ് മെൻസ്ട്രൽ സൈക്കിളിൽ ഓരോ ഫേസസ്, 2 യൂട്രസിലും ഓവറിയിലും നടക്കുന്ന ഫേസസും ആ ഫേസസിന് ഏതെല്ലാം ഹോർമോൺസാണ് സഹായിക്കുന്നത്. മനുഷ്യൻ്റെ കേസിൽ മെൻസസ് ഏകദേശം 50 വയസ്സ് വരെയാണ് നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ 45-50 വയസ്സ് വരെ മെൻസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇൻ ഹ്യൂമൻസ് മെൻസസ് സ്റ്റോപ്സ് അറൗണ്ട് 50 years ആൻഡ് ഈസ് നോൺ ആസ് മെനോപോസ്. ഏകദേശം 50 വയസ്സാവുമ്പോൾ മെൻസസ് അവസാനിക്കുന്നു. ആ പ്രതിഭാസത്തെ പറയുന്ന പേരാണ് മെനോപോസ്. അപ്പോൾ ഫസ്റ്റ് മെൻസസ് മെനാർക്ക് ആൻഡ് ദ സ്റ്റോപ്പേജ് അല്ലെങ്കിൽ സീസിങ് ഓഫ് മെൻസസ് ഈസ് നോൺ ആസ് മെനോപോസ്. എക്സാമിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്, സെമി കോളനിട്ട് ചോദിക്കുന്ന തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മെൻസസ് മെനാർക്കാണെങ്കിൽ സ്റ്റോപ്പേജ് ഓഫ് മെൻസസ് ഈസ് ഡാഷ് മെനോപോസ്. The normal reproductive phase extends between menarche and menopause. ഒരു ഫീമെയിൽസിലെ റിപ്രൊഡക്റ്റീവ് സൈക്കിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഫസ്റ്റ് മെൻസസ് മുതൽ മെനാർക്ക് മുതൽ മെൻസസ് സ്റ്റോപ്പ് ചെയ്യുന്ന മെനോപോസ് വരെയുള്ള കാലഘട്ടമാണ്. നമ്മൾ ഊജനസിസ് പഠിക്കുമ്പോൾ പറഞ്ഞിരുന്നു, സ്പെർമറ്റോജനസിസും ഊജനസിസും തമ്മിലുള്ള വ്യത്യാസം പറയുമ്പോൾ പറഞ്ഞിരുന്നു, സ്പെർമറ്റോജനസിസ് എന്ന് പറയുന്നത് അത് അഡൽട്ട് ആയിട്ടാണ് തുടങ്ങുന്നത്. അതൊരു ലൈഫിൽ മുഴുവൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഫീമെയിൽസിൻ്റെ കേസിൽ ഊജനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എംബ്രിയോണിക് സ്റ്റേജിലാണ്. അത് ഒരു പെർട്ടിക്കുലർ ഏജ് വരെ അല്ലെങ്കിൽ 45-50 വയസ്സ് വരെ മാത്രമേ ഊജനസിസ് ഓവം പ്രൊട്ടക്ഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ഈ മെനോപോസിന് ശേഷം, മെനോപോസ് എന്ന് പറഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റോപ്പ് ചെയ്തു, പിന്നീട് ഓവുലേഷൻ നടക്കുന്നില്ല.
അപ്പോൾ ടെക്സ്റ്റിലുള്ള കുറച്ച് ചിത്രങ്ങളാണ് ഇവിടെ നമ്മൾ oogenesis പഠിക്കുന്ന സമയത്തുള്ള ചിത്രങ്ങളാണ്. ഇതിലറിയാം നിറയെ ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കുലാർ ഫേസിൽ ഇങ്ങനെ ഫോളിക്കിൾസ് ഉണ്ട്. ഈ ഫോളിക്കിൾസിൽ വന്ന് FSH ആക്ട് ചെയ്യും. ആ FSH ആക്ട് ചെയ്യുന്ന സമയത്ത് ഫോളിക്കിൾ മെച്യൂറായി മാറും. മെച്യൂർ ഗ്രാഫിയൻ ഫോളിക്കിളായി മാറും. ഗ്രാഫിയൻ ഫോളിക്കിൾ ആകുമ്പോഴേക്കും അത് 14ാമത്തെ ദിവസമായിട്ടുണ്ടാവും. അപ്പോൾ LHൻ്റെ മാക്സിമം സെക്രീഷൻ നടക്കുന്നു. LH ഗ്രാഫിയൻ ഫോളിക്കിളിൽ ആക്ട് ചെയ്യുമ്പോൾ ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്യുന്നു, ഓവം റിലീസാക്കപ്പെടുന്നു. ആ ഗ്രാഫിയൻ ഫോളിക്കിൾ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഗ്രാഫിയൻ ഫോളിക്കിൾ എന്നല്ല അറിയപ്പെടുന്നത്, കോർപ്പസ് ലൂട്ടിയമാണ്. കോർപ്പസ് ലൂട്ടിയം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോണിനെ സെക്രീറ്റ് ചെയ്യുന്നു. ഇനി ഇത് ഹോർമോൺസിനെ കാണിക്കുന്ന ഒരു ഗ്രാഫാണ്. ഈ ഗ്രാഫിൽ നമുക്ക് നോക്കിയാൽ അറിയാം യൂട്രൈൻ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സ്ഥലവും ഒവേറിയൻ ഇവൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗവും കാണാം. യൂട്രൈൻ ഇവൻറ്റ്സിൽ ഈ ഫസ്റ്റ് 1 to 5 days 3 to 5 ഡേയ്സിൽ മെൻസസ് ബ്ലീഡിങ്ങിൻ്റെ ഒരു ഫേസ് കാണാം. അത് കഴിഞ്ഞാൽ 5th മുതൽ 13th വരെ എൻഡോമെട്രിയം, ആ നശിച്ചുപോയ എൻഡോമെട്രിയം പ്രൊലിഫറേറ്റ് ചെയ്ത് വളർന്നു വന്ന് അവിടെയുള്ള ബ്ലഡ് വെസൽസ് എല്ലാം വളരെ തിക്കനായി മാറിയ ഒരു സ്റ്റേജിൽ കാണാം. അത് പ്രൊലിഫറേറ്റീവ് ഫേസ്. ആ പ്രൊലിഫറേറ്റീവ് ഫേസിനോടനുബന്ധിച്ച് തന്നെ ഓവേറിയയിൽ എന്ത് സംഭവിക്കും? ഈ ചെറിയ പ്രൈമറി ഫോളിക്കിൾ വലുതായി സെക്കൻഡറി ഫോളിക്കിൾ, ടെറിഷറി ഫോളിക്കിൾ, മെച്യൂർ ഫോളിക്കിളായി മാറി. അപ്പോൾ ഇത്രയും ഫോളിക്കുലാർ ഫേസ് അല്ലെങ്കിൽ പ്രൊലിഫറേറ്റീവ് ഫേസ്. അപ്പോഴേക്കും 13 ദിവസം കഴിഞ്ഞു. ദെൻ മിഡിൽ ഓഫ് ദ സൈക്കിൾ 14ാമത്തെ ദിവസം എത്തി. 14ാമത്തെ ദിവസം എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്യൂറായി അതിൽ നിന്നും സെക്കൻഡറി oocyte സ്റ്റേജിലുള്ള ഓവം റിലീസാക്കപ്പെട്ടു, ഓവുലേഷൻ. ദെൻ ഓവുലേറ്ററി ഫേസ് അപ്പോൾ 14th ഡേയിൽ. അതിനുശേഷം ഇവിടെ നോക്കിയാൽ അറിയാം ഈ ഗ്രാഫിയൻ ഫോളിക്കിൾ പിന്നീട് യെല്ലോ കളറിലുള്ള കോർപ്പസ് ലൂട്ടിയമായി മാറി. ആ കോർപ്പസ് ലൂട്ടിയം ഉണ്ടാകുന്ന ഫേസ് ലൂട്ടിയൽ ഫേസ് അഥവാ സെക്രീറ്ററി ഫേസ്. സെക്രീറ്ററി ഫേസിൽ കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന പ്രൊജസ്ട്രോൺ ഹോർമോൺ ഈ എൻഡോമെട്രിയത്തിനെ പഴയ അവസ്ഥയിലേക്ക് റീജനറേറ്റ് ചെയ്യാൻ സഹായിച്ചു. എന്നാൽ പ്രഗ്നൻസി നടക്കുന്നില്ല, പ്രഗ്നൻ്റ് ആവുന്നില്ല എങ്കിൽ ഈ കോർപ്പസ് ലൂട്ടിയം ചെറുതായി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ എൻഡോമെട്രിയത്തിന് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യപ്പെടാൻ കഴിയുന്നില്ല. എൻഡോമെട്രിയത്തിലെ ബ്ലഡ് വെസൽസ് എല്ലാം ബ്രേക്ക് ചെയ്തു, ബ്ലഡ് ഫ്ലോ, മെൻസസ്, നെക്സ്റ്റ് സൈക്കിൾ ബിഗിൻ ചെയ്തു. അപ്പോൾ ഇത് മുതൽ ഈ ഫസ്റ്റ് മെൻസസ് മുതൽ ഇവിടെ സ്റ്റോപ്പേജ് ഓഫ് മെൻസസ് വരെ വരുന്നതാണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ. ഇതോടൊപ്പം തന്നെ ഒവേറിയൻ ഹോർമോൺ ലെവൽ, പിറ്റ്യൂട്ടറി ഹോർമോൺ ലെവൽ എന്ന് പറയുന്ന 2 ഗ്രാഫുകൾ കാണാം. ഒവേറിയൻ ഹോർമോൺ ലെവലിൽ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന 2 ഹോർമോൺ കാണാം. ഓവുലേഷൻ്റെ മുന്നേ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ വളരെ കുറവായിരുന്നു. ഗ്രാഫിയൻ ഫോളിക്കിൾ മെച്യൂർ ചെയ്തപ്പോഴാണ് ഈസ്ട്രജൻ സെക്രീഷൻ വളരെ കൂടി. ഈസ്ട്രജൻ സെക്രീഷൻ പിന്നീട് കൂടിയും കുറഞ്ഞും മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നുണ്ട്. എന്നാൽ പ്രൊജസ്ട്രോണിൻ്റെ ലെവൽ നോക്കൂ, ഓവുലേഷൻ നടക്കുന്ന ലെവൽ വരെ പ്രൊജസ്ട്രോൺ ഇല്ല, തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്. ദെൻ പ്രൊജസ്ട്രോൺ ഹോർമോൺ എന്തായി? ഈ ലൂട്ടിയൽ ഫേസ് ആയപ്പോഴേക്കും അതിൻ്റെ മാക്സിമത്തിലെത്തി. ഇതോടൊപ്പം തന്നെ പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ ലെവൽ നോക്കൂ, FSHും LHും ഓവുലേഷൻ്റെ മുന്നേ വരെയുള്ള ഫേസിൽ കുറഞ്ഞ അളവിലാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ദെൻ ഓവുലേറ്ററി ഫേസിൽ അതിൽ മാക്സിമം എത്തി. ഈ മാക്സിമം LHനെ പറയുന്ന പേരാണ് LH സർജ്. ഓവുലേഷൻ കഴിഞ്ഞപ്പോൾ വീണ്ടും അതിൻ്റെ ലെവല് കുറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഒവേറിയൻ ആൻഡ് യൂട്രൈൻ ഇവൻറ്റ്സിലെ ഈവൻറ്റുകളും അതിനെ സഹായിക്കുന്ന ഹോർമോൺസും. ഈ ഗ്രാഫ് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഗ്രാഫിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ഹോർമോൺസ് ഏതെല്ലാമാണ്? മെൻസ്ട്രൽ സൈക്കിളിൻ്റെ സമയത്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്ന ഒവേറിയൻ ഹോർമോണിൻ്റെ ലെവല് ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈസ്ട്രജൻ ഓവുലേഷൻ വരെ കുറഞ്ഞിട്ട് കാണിക്കണം, ഓവുലേറ്ററി പീരീഡിൽ പീക്കിലെത്തുന്നത് കാണിക്കണം. പ്രൊജസ്ട്രോൺ ഓവുലേറ്ററി പീരീഡ് കഴിയുന്നത് വരെ വളരെ കുറഞ്ഞ അളവിലും ദെൻ കോർപ്പസ് ലൂട്ടിയൻ്റെ ഫോർമേഷൻ്റെ സമയത്ത് മാക്സിമത്തിലെത്തുന്നതും കാണിക്കും. പിറ്റ്യൂട്ടറി ഹോർമോണിൽ FSHും LHും വളരെ കുറഞ്ഞ ലെവലിൽ ഓവുലേഷൻ സമയത്ത് അതിൻ്റെ പീക്കിൽ, പിന്നെ കുറഞ്ഞ അളവിൽ. ഈ രീതിയിൽ ഗ്രാഫ് വരയ്ക്കാൻ ചോദിക്കും. ഇതാണ് എപ്പോഴും എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കാറ്.
FSH. ഈ ഹോർമോണിൻ്റെ പേരൊന്നും തരില്ല. അപ്പോൾ പിറ്റ്യൂട്ടറി ഹോർമോൺസിൻ്റെ ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ FSHും LH എന്ന് പറഞ്ഞ് ഗ്രാഫ് വരയ്ക്കുക. 14th ഡേയിൽ മാക്സിമം സെക്രീഷൻ. ദെൻ ഓവേറിയൻ ഹോർമോൺ ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫ് വരയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും. എയും ബിയും നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ AB എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എ എന്താണ്? ഓവുലേറ്ററി ഫേസിൽ മാക്സിമം എത്തുന്ന ഓവറിയൻ ഹോർമോൺ ഏതായിരുന്നു? ഈസ്ട്രോജൻ. ഓവുലേറ്ററി ഫേസ് വരെ തീരെ ഇല്ലാതെ അതിനുശേഷം ലൂട്ടിയൽ ഫേസിൽ മാക്സിമം എത്തുന്നത് പ്രൊജസ്ട്രോൺ. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്തു നിന്ന് ചോദിക്കാറ്. താങ്ക് യു.